ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ്റെ കാൽപാദം പതിഞ്ഞ എല്ലാ മലയാള മാസം 1-ാം തീയതിയും പാദപൂജയുള്ള ഗുരുവായൂരടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതെ, ഇത് ഗുരുവായൂരടുത്ത് കണ്ടാണശ്ശേരിയിലുള്ള കല്ലുരുത്തിപ്പാറ അഥവാ കല്ലൂർ തലൈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഇവിടെ ശ്രീകൃഷ്ണൻ്റെ പാദമുദ്രയും ഏത് കടുത്ത വേനലിലും വറ്റാത്ത 4 ആൾ പൊക്കം താഴ്ചയുള്ള പാറയുടെ മുകളിലുള്ള കൽക്കുളവും ഉണ്ട്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഗോപാലക രൂപത്തിലുള്ള ശ്രീകൃഷ്ണനാണെങ്കിലും മറ്റ് പ്രതിഷ്ഠകളായ ഭഗവതിയും ശാസ്താവും ഗണപതിയും സുബ്രഹ്മണ്യനും ഹനുമാനും ഇവിടെയുണ്ട്. ഇതിൽ ഭഗവതി ഒഴികെ ബാക്കി എല്ലാവരും ബാലരൂപത്തിലാണ് പ്രതിഷ്ഠ. അതിന് കാരണമുണ്ട്. കാരണം ഭഗവതി ഇവരെ എല്ലാവരെയും കൊണ്ട് കളിക്കാൻ വന്നിരുന്ന ഒരിടമായി ഇത് പറയപ്പെടുന്നു. കാലം കൊളുത്തിവെച്ച തിരുനാളം പോലെ കാറ്റിലും മഴയിലും വെയിലിലും മങ്ങാതെ ചൈതന്യം തുളുമ്പി നിൽക്കുന്ന ശ്രീകൃഷ്ണൻ്റെ പാദമുദ്രയിൽ ദൈവത്തിൻ്റെ വരദാനം എന്ന പോലെ ഏത് കടുത്ത വേനലിലും വറ്റാത്ത തീർത്ഥക്കുളവും ആരാമം പോലെ മനോഹരമായ മുളങ്കാടും ശാന്തതയും പ്രകൃതി ഭംഗിയും നിറഞ്ഞു തുളുമ്പുന്ന ഒരു ഇടമാണ് കല്ലുരുത്തിപ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഇവിടുത്തെ കാലപ്പഴക്കം എത്രയാണെന്ന് ഇതുവരെ നിർണ്ണയിക്കാൻ സാധിച്ചിട്ടില്ല. ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ ഈ അടുത്താണ് കഴിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും മനോഹരമായിട്ട് ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ നിരവധി പേരാണ് ഇപ്പോൾ കണ്ടും കേട്ടും ഒക്കെ അറിഞ്ഞ് ഇവിടെ വരുന്നത്. കല്ലുരുത്തിപ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. നിങ്ങളിവിടെ വന്നിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഞാൻ കണ്ട കാഴ്ചകൾ അതിമനോഹരമായിരുന്നു, അതിഗംഭീരമായിരുന്നു, പറയാതെ വയ്യ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിവിടം സന്ദർശിച്ചിട്ടില്ല എങ്കിൽ ഇനിയുള്ളൊരു ഗുരുവായൂർ യാത്രയിൽ തീർച്ചയായിട്ടും ഇവിടെ വരണം. ഒരിക്കലും നിങ്ങളെ അത് നിരാശപ്പെടുത്തില്ല, അതിന് ഞാൻ ഉറപ്പ്. ഒരു മഴയുള്ളപ്പോഴൊക്കെ ആണെങ്കിൽ ഒരു പ്രത്യേക ഫീലൊക്കെ ആകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരിക, ഇവിടുത്തെ ദേവീ ദേവന്മാരുടെ അനുഗ്രഹമൊക്കെ മേടിക്കുക. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ട് മനസ്സും ഒക്കെ നിറച്ച് ഇവിടെ നിന്ന് മടങ്ങാൻ നിങ്ങൾക്കും സാധിക്കട്ടെ. മറ്റൊരു നല്ല കാഴ്ചയും നല്ല വിശേഷങ്ങളുമായി വീണ്ടും കാണാം.